ാണ് ഇനി ഇവിടെ വന്ന് പ്രസംഗിച്ച ലത്തീഫ് മുസ്ലിയാർ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുസ്ലിയാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും എന്ത് അദ്ദേഹം മുസ്ലിയാർ അല്ലാതെ പിന്നെ മുസ്ലിയാർ എന്ന് പറയണത് എന്തിനാണ്? അല്ല, അദ്ദേഹം മുസ്ലിയാർ തന്നെയാണ്. ലത്തീഫ് മുസ്ലിയാർ ഞാൻ വെറുതെ പറയില്ല, അദ്ദേഹം മുസ്ലിയാരാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് ഒന്ന് കേട്ടു നോക്കും. പിന്നെ ഒരു സംഭവം, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഒരു 15-20 വയസ്സിന്റെ ഇടയിലാണ്. അതുവരെ സമസ്തക്കാരുടെ കൂടെ പാട്ടുംപാടി നടക്കുന്ന പരിപാടി കണ്ടോ. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത് ഒരു 17-20 വയസ്സിന്റെ ഇടയിലാണ്. ഞാനും അതേ പ്രായത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കിടന്നത്. പക്ഷെ അദ്ദേഹം പറയണേ ഞാൻ വന്നത് ശരിയായിട്ടില്ല, എനിക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്ന് അറിയില്ല. അയാളും അതുപോലെ വന്ന ഒരാളാണ്, പക്ഷെ അയാൾക്ക് മുജാഹിദ് പ്രസ്ഥാനം അറിയാം. ഇതെന്തിനായ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ വന്നവരാ. ഞാനും ആ പ്രായത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ട്. അദ്ദേഹവും അതേ പ്രായത്തിൽ തന്നെയാണ് കടന്നു വന്നത്. അപ്പൊ അദ്ദേഹം ഒരു മുസ്ലിം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനെന്ന് വെച്ചാല് വളരെ ചെറുപ്പം മുതൽ എന്റെ വാപ്പ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ കുറച്ചു നേരം പഠിക്കാനും ഓതാനും ഒക്കെ കൊണ്ടാക്കി പല സ്ഥലങ്ങളിലും അവിടുന്ന് പഠിക്കായിരുന്നു. പക്ഷെ ഇയാൾ പാട്ടും പാടി നടക്കായിരുന്നു. അതെ ഞങ്ങൾ തമ്മിലുള്ള വേറൊരു വ്യത്യാസം. അയാൾ പാട്ടും പാടി നടക്കുന്നത് സമസ്തക്കാരുടെ പണ്ട്, ഇപ്പോഴും അത് തന്നെ അവസ്ഥ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിട്ടും ഇയാൾ പാട്ടും പാടി നടക്കാണ്. അത് നിങ്ങളൊന്ന് കേട്ടു, ഞാൻ വെറുതെ പറയല്ല, വളരെ വ്യക്തമാണ്. കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി. കണ്ടോ, ഇയാൾ പറയാം കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടിയത്. കിളിക്ക് കുട ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ കിളിയുടെ കുട? കണ്ടോ? അപ്പൊ ഇയാളുടെ പാട്ടിന്റെ അവസ്ഥ ഇതാ. പാട്ടും പാടി പണ്ടായിരുന്നു, ഇപ്പോഴും വന്നു. എന്നിട്ട് പാട്ടുപാടിന്റെ അവസ്ഥ ഇതാണ്, കിളിയുടെ കുട ചൂടി. കിളിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി. ഇനി അതുകൊണ്ട് അത് മാത്രല്ല ഇദ്ദേഹം അന്യഭാഷയും സംസാരിക്കും. കേട്ടോളൂ. मौका मिलेगा तो हम बता देंगे तुझे कितना प्यार करते हैं सनम है, मौका मिलेगा तो हम बता देंगे तुझे कितना प्यार करते हैं सनम है. കണ്ടോ? അപ്പൊ ഇതെന്താന്ന് ചോദിച്ചാല് ഇതൊരു തരം രോഗ, ആ ജിന്നു കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ്. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജിന്നു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം രോഗമാണിത്. അപ്പൊ ജിന്നു കൂടെ നമ്മളായിട്ട് വരാതെ നമ്മൾ പറയില്ല. ഇത് CM മൗലവി വെച്ചാൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ എറണാകുളത്തൊരു പരിപാടിയുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർ ഹുസൈൻ മടവൂരും CM മൗലവിയുമാണ്. അവ ഇപ്പോഴും വളരെ ശക്തമായ ബന്ധമുള്ള അതേ CM മൗലവി പറയാണ്. കണ്ടോ, ശബാബിൽ വിഭ്രാന്തി, ഉന്മാദം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് അഥവാ ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണമോചനം അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പൊ ശൈത്താൻ കൂടിയിട്ട് രോഗം ഉണ്ടാവും. രോഗം ഉണ്ടായാൽ എങ്ങനെയാ ഉണ്ടാവല്? തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക. കണ്ട, ഇയാളിപ്പോ പാടിയില്ലേ, തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാര്യങ്ങൾ പറയുക, പ്രത്യേക ചേട്ടകൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കരീൻ മൂലമുണ്ടാകാം, ശൈത്താൻ മൂലം ഉണ്ടാകാം. തനിക്ക് വശമില്ലാത്ത ഭാഷ പറയും, ഇതുപോലെ ഇങ്ങനെ അന്യഭാഷ സംസാരിക്കും, മാത്രമല്ല ഭൂതകാലം പറയും, ചേട്ടകൾ കാണിക്കും. വിശുദ്ധ ഖുർആനിൽ 113ഉം 114 അധ്യായങ്ങൾ ഇവയിൽ നിന്നുള്ള രക്ഷയുടെയും മോചനത്തിന്റെയും സന്ദേശം നൽകുന്നു. അപ്പോ ഇന്നും ഇവരുടെ ജമിയത്തുൽ ഉലമയിലുള്ള CM മൗലവി എഴുതുകയാണ്, ജിന്നു കൂടി ആളുകൾക്ക് രോഗമുണ്ടാകും, അന്യഭാഷ സംസാരിക്കും. ഈ തിരുത്തി ഒന്നുവരെ ലോകത്ത് ഇന്നുവരെ തിരുത്തിയിട്ടുണ്ട് ഇവര്? ഇല്ല. നേരെ മറിച്ച് ഈ ലേഖനം പുസ്തകമാക്കി ഇന്നും യുവത വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകത്തിലും ഇതേ വാചകങ്ങളുണ്ട്. തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കും, ഭാവി കാര്യങ്ങൾ പറയും, പ്രത്യേക ചേട്ടതകൾ കാണിക്കും, വിഭ്രാന്തി, ഉന്മാദം എന്നിവ ഉണ്ടാക്കും. ആര്? ശൈത്താൻ രോഗം ഉണ്ടാക്കുമെന്ന് വളരെ വ്യക്തമായി പറയും. ഇതൊന്നും അവർ കാണൂല, നമ്മൾ പറഞ്ഞാലും കാണൂല. അപ്പോ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിലുള്ള ഒരു മുസ്ലിയാരാണ് ഇവിടെ വന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പ്രസംഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.